नवीन जमात के प्यारे तलबो आदाब. 9ാം ക്ലാസ്സിലെ ഫർഹത്തുള്ള ബേഗിൻ്റെ മനോഹരമായ ഇംതിഹാൻ എന്ന കഥയുടെ ബാക്കി ഭാഗം നമുക്കിന്ന് പഠിക്കാം. നമുക്കറിയാം, ഭഗവാൻ ദാസിൻ്റെ മകൾ സാവിത്രി പരീക്ഷയ്ക്ക് ഫീസടക്കാൻ ഇല്ലാതെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അയൽവാസിയായ മുംതാസ് ബീഗം വന്നിട്ട് പൈസ കൊടുത്ത് അവളെ ഫീസടക്കാൻ സഹായിക്കുകയും അവൾക്ക് പ്രചോദനമായി ഫർഹത്തുള്ള ബേഗിൻ്റെ ഇംതിഹാൻ എന്ന കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആ കഥയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കഥയിലെ കഥാപാത്രമായ LLB വിദ്യാർത്ഥി, അവൻ LLBയുടെ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ അവൻ്റെ ഉപ്പ മരണപ്പെടുകയും പിന്നീട് വളരെ ബുദ്ധിമുട്ടി ആഭരണങ്ങളും മറ്റും വിറ്റും പണയം വെച്ചും തുന്നൽ പണി ചെയ്തുമൊക്കെയായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഫീസടക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിയ ഒരു സമയം തൻ്റെ കൊച്ചു പെങ്ങളുടെ നെക്ലേസും പാദസരവും ഊരി ഫീസടക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഒച്ച വെച്ചതും ബഹളം വെച്ചതൊക്കെ നാം കേട്ട് കഴിഞ്ഞു. ഏതായാലും ആ കൊച്ചു പെങ്ങളുടെ ആഭരണങ്ങൾ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് ഫീസടക്കുകയും പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി ദിവസങ്ങളോളം മാസങ്ങളോളം അധ്വാനിച്ച് പഠിച്ച് അവൻ പരീക്ഷയ്ക്കുള്ള ദിവസത്തിൻ്റെ തലേന്നാൾ ഉമ്മ എവിടുന്ന് കുറച്ച് റൊട്ടിയും പാലും സംഘടിപ്പിച്ച് രാത്രി സൂക്ഷിച്ചു വച്ചിരുന്നു. പ്രഭാത സമയത്ത് അത് എടുത്ത് എൻ്റെ മോന് കൊടുക്കാൻ വന്നപ്പോൾ ഏതോ ഒരു പൂച്ച ആ പാല് തട്ടിമറിച്ച് കുടിച്ച് നശിപ്പിച്ചു പോയിരിക്കുന്നു. ഇത് കണ്ട പൊന്നുമോൻ പറഞ്ഞു, അമ്മി ആപ് നാഹക്ക് ഫിക്ർ കർത്തി ഹേ, നിങ്ങൾ വെറുതെ ചിന്തിക്കരുത്. മുझे ആജ് ഭൂഖ് നഹി ഹേ, എനിക്കിന്ന് വിശപ്പില്ല. ഇതും പറഞ്ഞ് ആ വിദ്യാർത്ഥി ഇംതിഹാൻ ലിഖ്നെ ലിയെ ചലാ ഗയാ, പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. ഇംതിഹാൻ കെ കമരെ മേ അപ്നി ജഗഹ പർ ബൈഠ് ഗയാ, പരീക്ഷാ ഹാളിൽ തൻ്റെ സീറ്റിൽ ഇരുന്നു. ഇംതിഹാൻ കെ കമരെ മേ, എക്സാം ഹാളിൽ, അപ്നി ജഗഹ തൻ്റെ സീറ്റിൽ ബൈഠ് ഗയാ, ഇരുന്നു. ലേക്കിൻ അങ്ങനെ ഈ വിദ്യാർത്ഥി LLBയുടെ ഫൈനൽ പരീക്ഷ എഴുതാൻ വേണ്ടി തൻ്റെ സീറ്റിൽ ഇരുന്നു. ലേക്കിൻ തോടി ദേർ മേ ഭൂഖ് കി വജഹ സെ ചക്കർ ആനെ ലഗ, പക്ഷേ തോടി ദേർ മേ അല്പസമയത്തിനുള്ളിൽ ഭൂഖ് കി വജഹ സെ, വിശപ്പ് കാരണം ഒന്നും കുടിക്കാതെയും കഴിക്കാതെയുമാണ് ആ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷാ ഹാളിൽ ഇരുന്ന് അല്പസമയത്തിനുള്ളിൽ ഭൂഖ് കി വജഹ സെ, വിശപ്പ് കാരണം ചക്കർ ആനെ ലഗ, തല കറങ്ങാൻ തുടങ്ങി. और आंखों के सामने अंधेरा छा गया, കണ്ണുകൾക്ക് മുമ്പിൽ ഇരുട്ട് പരന്നു. मैंने मेज पर सर रख दिया, ആ വിദ്യാർത്ഥി എന്ത് ചെയ്തു? ഞാൻ മേസ് പർ സർ രഖ് ദിയ, ഞാൻ മേശപ്പുറത്ത് തല വെച്ച് കിടന്നു. और मुझ पर ഗഫലത്ത് ത്വരി ഹോ ഗയി, എന്നിൽ അശ്രദ്ധ വന്നു കഴിഞ്ഞു. ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എന്തിനാണ് വന്നതൊക്കെ ഞാൻ മറന്നുപോയി. ഈ സമയത്ത് ഞാൻ ബെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ കിസിനെ ആവാസ് ദി കെ ജനാബ് ये इम्तिहान का कमरा है, सोने का कमरा नहीं है. കിസിനെ ആവാസ് ദി, ആരോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. കെ ജനാബ്, അല്ലയോ മിസ്റ്റർ, ये इम्तिहान का कमरा है, ഇത് എക്സാം ഹാളാണ്. സോനെ ക കമര നഹി ഹേ, ബെഡ്റൂമല്ല, കിടന്നുറങ്ങാനുള്ള റൂമല്ല. ഇത് കേട്ടപ്പോ മൈനെ ആംഖേം ഖോൽക്കർ ദേഖാത്തോ, ഞാൻ ആംഖേം ഖോൽക്കർ, കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ആരെ കണ്ടു? ഏക് സാഹിബ് മുസ്കുരാത്തെ ഹുയേ മേരി തരഫ് ആയേ ഔർ കഹ, ഞാൻ കണ്ണുകൾ തുറന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, ആപ് ഇംതിഹാൻ ദേനെ ആയേ ഹേ യേ സോനെ ആയേ ഹേ. പരീക്ഷാ ഹാളിൽ നിന്ന് വിശപ്പ് കാരണം ഞാൻ തലയിൽ കൈവച്ച് ബെഞ്ചിൽ കിടന്നപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞെന്തായിരുന്നു?
ആപ് ഇംതിഹാൻ ദേനെ ആയേ ഹേ യാ സോനെ ആയേ ഹേ, നിങ്ങൾ പരീക്ഷ എഴുതാൻ വന്നതാണോ ഉറങ്ങാൻ വന്നതാണോ? ഇത് കേട്ടപ്പോൾ എനിക്കെന്ത് മറുപടി പറയണമെന്നുണ്ടായിരുന്നു. മേ കെടാ ഹോക്കർ കുച്ച് ജവാബ് ദേനാ ചാഹ്താ താ, ഞാൻ എഴുന്നേറ്റ് നിന്ന് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കെ മേരെ പാവോ ലഡ് ഖടാനെ ലഗ, പക്ഷേ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എൻ്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി. ഇത് കണ്ട് നിഗരാൻകാർ സാഹിബിയെ കൈഫിയത്ത് ബരാബർ ടക്ക് ടക്കി ലഗായേ ദേഖ് രഹേ ദേ. നിഗരാൻകാർ സാഹിബ്, പരീക്ഷയ്ക്ക് വന്ന സൂപ്പർവൈസർ. ഏ കൈഫിയത്ത്, എൻ്റെ ഈ അവസ്ഥ ബരാബർ ടക്ക് ടക്കി ലഗായേ ദേ രഹാ ദേ, അത് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുച്ച് സോച്ച് കെ മേരി തറഫ് ബഡേ ഔർ കഹ, കുച്ച് സോച്ച് കർ മേരി തറഫ് ബഡേ ഔർ കഹ. അദ്ദേഹം അല്പം ചിന്തിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബസാഹിർ तो ये मालूम होता है कि आप होशियार भी है और ज़हीन भी. പരീക്ഷയുടെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ എന്താ, പിന്നെ ബസാഹിർ तो ये मालूम होता है कि आप होशियार भी हैं और ज़हीन भी. ബസാഹിർ तो ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഏ മാലൂം ഹോത്താ ഹേ, നിന്നെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ട്, കെ ആപ്പ് ഹോഷിയാർ ബി ഹേ, നിങ്ങൾ വളരെ സമർത്ഥനാണ്, ഔർ സഹീൻ ബി, നല്ല ബുദ്ധിമാനാണ് എന്ന് നിന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. ഔർ മെഹനത്ത് ബി ഹേ, നീ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലേക്കിൻ ആപ്പ് കി ഇസ് ഹാലത്ത് കി കോയി വജാ സമജ് മേ നഹി ആത്തി, പക്ഷേ എക്സാം ഹാളിൽ വന്ന് ഇങ്ങനെ കിടക്കുന്ന നിന്റെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. സൂപ്പർവൈസർ ഈ കുട്ടിയോട് ഇത് പറഞ്ഞപ്പോൾ മൈനെ കഹ, ഞാൻ പറഞ്ഞു, മേ ആജ് ഖാന കാക്കർ നഹി ആയ. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? തലകറങ്ങാനും ബോധം ഇല്ലാക്കാൻ കാരണം എന്താ? മേ ആജ് ഖാന കാക്കർ നഹി ആയ, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് വന്നത്. ഗർമേ ഖാനെ കോ കുച്ച് ന ഥാ, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. मैंने उनके तरफ नजर उठाई तो उनकी आंखें डब डबाई हुई थी. ഇത് പറഞ്ഞ് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് വന്നത്, വീട്ടിലൊന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. मैंने उनकी तरफ नजर उठाई तो, ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഉൻകി ആകെ ഡബ് ഡബായി ഹുയി थी, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുജ്കോ സദർ നിഗാർക്കാർ സാഹിബ് കി മേസ് കെ പാസ് ലേ ഗയ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? മുജ്കോ എന്നെ സദർ നിഗരാൻകാർ സാഹിബ് കി മേസ് കെ പാസ് ലേ ഗയ. സദർ നിഗരാൻകാർ, ചീഫ് സൂപ്പർവൈസറുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. വഹാ ചായ വഗൈറ രഖി ഹുയി, അവിടെ ചായയും സ്നാക്സും ഒക്കെ ഒരുക്കി വെച്ചിരുന്നു. മുജ്സെ കഹ, എന്നിട്ട് എന്നോട് പറഞ്ഞു, ആപ് അച്ഛി തരഹ നാശ്ത കർ ലീജിയേ, ആപ് അച്ഛി തരഹ നാശ്ത കർ ലീജിയേ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കൂ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചു. मैंने शुक्रिया अदा किया, ഞാൻ അവർക്ക് താങ്ക്സ് പറഞ്ഞു. അവർ ചായ പീനെ ലഗാ, ഞാൻ ചായ കുടിച്ചു. ഉन्होंने बातों में तमाम हालात पूछ लिए, അദ്ദേഹം എന്നോട് സംസാരത്തിനിടയിൽ ഉന്നോനെ ബാത്തോമേ, അദ്ദേഹം എന്നോട് സംസാരത്തിനിടയിൽ തമാം ഹാലാത്ത് പൂച്ചിലിയെ, എൻ്റെ എല്ലാ കഥകളും അവസ്ഥകളും അദ്ദേഹം ചോദിച്ചെടുത്തു. ബഹർഹാൽ ചായ കി പ്യാലി പീക്കർ മേരെ ഓസാൻ ദുരുസ്ത് ഹുയെ. അങ്ങനെ ചായക്ക് പ്യാലി പീക്കർ, ഒരു കപ്പ് ചായ കുടിച്ചപ്പോൾ മേരെ ഓസാൻ ദുരുസ്ത് ഹുയെ, എൻ്റെ ബോധം ശരിയായി, എൻ്റെ അവസ്ഥ നന്നായി. മൈ അപ്പനി ജഗ പർ ആക്കർ ബൈഠ, ഞാൻ എൻ്റെ പരീക്ഷയുടെ ഹാളിൽ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. പർച്ച ദേഖാത്തോ, പർച്ച ക്വസ്റ്റ്യൻ പേപ്പർ, പർച്ച ദേഖാത്തോ വാക്കൈ ആസാൻ താ, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ബഹുത്ത് ആസാൻ താ, വളരെ ഈസിയായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്.
ഖുദാ ഖുദാ കർക്കെ ഇംതിഹാൻ ഖത്തം ഹുവ, അള്ളാഹുവിനെ ഓർത്ത് ഓർത്ത് ഇംതിഹാൻ ഖത്തം ഹുവ, എൻ്റെ പരീക്ഷ എഴുതിക്കഴിഞ്ഞു. अब नतीजा के इंतजार में एक दिन കാട്ടിന മുഷ്കിൽ ഹോ ഗയാ ഹെ. പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ളത് അതിൻ്റെ നതീജ, റിസൾട്ടാണ്. അങ്ങനെ ഓരോരോ ദിവസങ്ങളും റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. अब नतीजा के इंतजार में, ഇപ്പോൾ റിസൾട്ടിനുള്ള പ്രതീക്ഷയിൽ एक दिन കാട്ടിന മുഷ്കിൽ ഹോ ഗയാ, ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുക എന്നുള്ളത് വളരെ പ്രയാസമായി തോന്നി. അത്രക്ക് റിസൾട്ട് വരാൻ പ്രതീക്ഷയിലായിരുന്നു. അങ്ങനെ ആഖിർ ദിൻ നതീജ, റിസൾട്ട് ഷായി ഹോ ഗയ, അങ്ങനെ ഒരു ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടു, പ്രസിദ്ധീകരിച്ചു. നോട്ടീസ് ബോർഡ് പർ നതീജ ലഗാ ഹുവാ ഹെ, നോട്ടീസ് ബോർഡിൽ റിസൾട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. और सामने सैकड़ों उम्मीदवार खड़े देख रहे हैं. ആ നോട്ടീസ് സാമനെ, ആ നോട്ടീസിന് മുമ്പിൽ സൈക്കടോം ഉമ്മീദ്വാർ, നൂറുകണക്കിന് പരീക്ഷാർത്ഥികൾ ഖഡേ ദേഖ് രഹേ ഹെ, അവിടെ നിന്ന് അവരുടെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വിദ്യാർത്ഥി അവിടെ എത്തുന്നത്. मैंने भी घुस घुसाकर നതീജ देखना शुरू किया. ഞാനും ആ കൂട്ടത്തിനിടയിലേക്ക് ഗുസാക്കർ നുഴഞ്ഞു കയറി തിക്കിത്തിരക്കി പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ലേക്കിൻ മേരെ നാം കാ നമ്പർ നഹീദ, പക്ഷെ എൻ്റെ പേരിൻ എൻ്റെ നമ്പറും അവിടെ ഇല്ലായിരുന്നു. നോട്ടീസ് ബോർഡിൽ മറ്റുള്ള കുട്ടികൾ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും അവിടെ എത്തി റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ പേരും നമ്പറും ആ ബോർഡിലില്ലായിരുന്നു. കൈ ദഫാ ദേഖ, ഒരുപാട് വട്ടം ഞാൻ നോക്കി. ലേക്കിൻ നാം കാ പത്ത ന ചല, പക്ഷെ എൻ്റെ പേര് അവിടെ ഇല്ലായിരുന്നു. എന്ത് ചെയ്യും? ഞാൻ എത്രയോ വിഷമം സഹിച്ച് ബുദ്ധിമുട്ടി അധ്വാനിച്ച് പഠിച്ച് പരീക്ഷയുടെ അന്ന് പോലും ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്നിറങ്ങി പരീക്ഷ എഴുതിയതാണ്. അതുമല്ല, കൊച്ചു പെങ്ങളുടെ ആഭരണങ്ങൾ പണയം വെച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് ഫീസ് അടച്ചത്. അവളുടെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്, അഗർ ബായി സാഹിബ് പാസ് ന ഹുയത്തോ, കാക്ക പാസ്സായിട്ടില്ലെങ്കിലോ എന്ന ചോദ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആഖിർ മായൂസി കി ഹാലത്ത് മേ സർ പക്കടുക്കർ ബൈഠ് ഗയ, അവസാനം മായൂസി കി ഹാലത്ത് മേ, പരേശാൻ കി ഹാലത്ത് മേ, അസ്വസ്ഥനായിട്ട് ഞാൻ തലയിൽ കൈവച്ച് അവിടെ ഇരുന്നു പോയി. എന്ത് ചെയ്യും? വളരെ പ്രയാസത്തിലാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു പരീക്ഷയെ നേരിട്ടത്. പക്ഷേ ഇന്ന് റിസൾട്ടിൽ എൻ്റെ പേര് കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഇത്തനെ മേ കിസീനെ മേരി പീട്ട് പർ ഹാത്ത് രഖ, ഞാൻ അവിടെ ഇരിക്കുന്നതിനിടയിൽ കിസീനെ മേരി പീട്ട് പർ, ആരോ എൻ്റെ പുറഭാഗത്ത് ഹാത്ത് രഖ, കൈവച്ചു, കൈ കൊട്ടി, എൻ്റെ പുറഭാഗത്തൊന്ന് തട്ടി. ഫിർ കർ ദേഖാ തോ വഹി മേരാ ഫിരിഷ്തയെ റഹ്മത്ത്, എൻ്റെ പുറത്ത് ഒരാൾ കൈകൊട്ടിയപ്പോൾ ഫിർ കർ ദേഖാ തോ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വഹി മേരാ ഫിരിഷ്തയെ റഹ്മത്ത്, മേരാ ഫിരിഷ്തയെ റഹ്മത്ത്, അതെ, എൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ മാലാഖയാണ് എൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നത്. ആരാണ് ആ അനുഗ്രഹത്തിൻ്റെ മാലാഖ? ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ തലകറങ്ങി ഞാൻ ബെഞ്ചിൽ തലവെച്ച് കിടന്നപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് ഭക്ഷണം തന്ന് എന്നെ ആശ്വാസവാക്കുകൾ നൽകി എനിക്ക് പ്രചോദനം നൽകിയ ആ മനുഷ്യനായിരുന്നു എൻ്റെ പിന്നിൽ. ഹസ്കർ കഹനേലക, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, കഹോ പാസ് ഹോ ഗയേ, മോനെ പറയൂ, പാസ്സായില്ലേ? മേനെ കഹ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നഹി, ഇല്ല. ഉസ്നെ നോട്ടീസ് ബോർഡ് ജാക്കർ ദേക്ക, അത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സൂപ്പർവൈസർ എന്ത് ചെയ്തു, ഉസ്നെ നോട്ടീസ് ബോർഡ് ജാക്കർ ദേക്ക, അദ്ദേഹം നോട്ടീസ് ബോർഡിൽ പോയി നോക്കി. और मेरे पास आकर कहने लगा, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അരേ മിയാ തുമാരാ നാം തോ സബ്സെ അവൽ താ,
തുമാരെ നാം തോ സബ്സെ ഔവൽ ദാ, ഊപ്പർ ദാ, ഫസ്റ്റ് ദാ. അരേ മിയ മിസ്റ്റർ, തുമാരാ നാം, നിന്റെ പേര് സബ്സെ ഔവൽ ദാ, ഏറ്റവും ആദ്യത്തിലായിരുന്നു, 1-ാം നമ്പറിലായിരുന്നു നിന്റെ പേര്. കിസി ദിൽ ജലേനെ ഊപ്പർ കാ ഹിസ്സ ഫാട് ദിയാ ഹേ. കിസി ദിൽ ജലേനെ, ഏതോ അസൂയാലുക്കള് ഊപ്പർ കാ ഹിസ്സ ഫാട് ദിയാ ഹേ, നിന്റെ ആ മുകളിലത്തെ ഭാഗം ആരോ പറിച്ചു കളഞ്ഞതാണ്, നിന്റെ പേര് 1-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ആശ്വാസം കിട്ടി. ഇത് കേട്ട് ആ വിദ്യാർത്ഥി അവിടുന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയ സന്ദർഭങ്ങൾ. LLBക്ക് ചേർന്ന ആദ്യ വർഷത്തിൽ പിതാവ് മരണപ്പെടുകയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി ഭക്ഷണത്തിനും ഒന്നും വകയില്ലാതെ മറ്റുള്ളവരോട് കടം വാങ്ങി ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ സ്വച്ഛ പെങ്ങളുടെ ആഭരണങ്ങൾ പണയം വെച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. പരീക്ഷയുടെ അന്ന് ഭക്ഷണം പോലും കഴിക്കാതെ പരീക്ഷാ ഹാളിൽ തലകറങ്ങിയിരുന്ന് അങ്ങനെ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥി അവൻ റിസൾട്ട് കാണാൻ വേണ്ടി പോവുകയും അവിടുന്ന് റിസൾട്ട് കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ വാർത്ത ആ കുട്ടി കേൾക്കുകയും ചെയ്ത്. ഈ അവസ്ഥയിൽ ആ കുട്ടിയുടെ ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് പിന്നെ ആ വിദ്യാർത്ഥി എന്താണ് ചെയ്തിട്ടുണ്ടാവുക? ഈ റിസൾട്ടുമായി നേരെ വീട്ടിലേക്ക് വന്നു. പിന്നീടുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫർഗത്തുള്ള ബാഗിൻ്റെ കഥ നമ്മൾ കേട്ടു പഠിച്ചു. ഇനി നമ്മൾ അതിൽ 1-ാമത്തെ പ്രവർത്തനം നോക്കാം. मैंने भी घुस घुसाकर नतीजा देखना शुरू किया, लेकिन मेरा नाम का नंबर नहीं. आखिरी मायूस की हालत में सर पकड़कर बैठ गया. बच्चों, इस वक्त लड़के के दिल में क्या क्या ख्यालात उभर आए होंगे, लिखिए. मैंने भी, ഞാനും घुस घुसाकर നതീജ देखना शुरू किया, തള്ളിക്കയറി തിക്കിത്തിരക്കി റിസൾട്ട് നോക്കാൻ ആരംഭിച്ചു. ലേക്കിൻ മേരെ നാം കാ നമ്പർ നഹി, പക്ഷേ എൻ്റെ പേരിൻ്റെ നമ്പർ ഇല്ലായിരുന്നു. ആഖിർ മായൂസ് കി ഹാലത്ത് മേ, അവസാനം അസ്വസ്ഥനായി ടെൻഷൻ അടിച്ച് സർ പക്കഡ്കർ ബൈഠ് ഗയ, തലയിൽ കൈവച്ച് ഇരുന്നു. ബച്ചോ, ഈസ് വക്ത്, ഈ ഒരു സമയത്ത് ലഡ്കേക്കെ ദിൽമേ, ആ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ക്യാ ക്യാ ഖയാലാത്ത് ഉബറായേ ഹോങ്കെ, എന്തൊക്കെ ചിന്തകളാണ് വന്നിട്ടുണ്ടാകുക എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കൊന്ന് ആലോചിക്കുക, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ഈ ഒരു അവസ്ഥ, നമ്മളാണ് ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ, നമ്മൾ ആ റിസൾട്ട് നോക്കാൻ സമയത്ത് നമ്മുടെ പേരും നമ്പറും അതിലില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരിക്കും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ.